അങ്ങനെ മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് 2009 ഈ 16 മത്സരാർത്ഥികളുടെയും 2 റൗണ്ട് പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റിയൽ ആക്ടർ ഷോയിലെ ഏറ്റവും ടെൻഷൻ പിടിച്ച സിറ്റുവേഷൻ, എലിമിനേഷൻ റൗണ്ട്. ഈ 16 പേരിൽ നിന്നും 10 പേരാണ് അടുത്ത് നടക്കാൻ പോകുന്ന റൗണ്ട്സിൽ കടക്കുന്നത്. അതായത് കുറച്ചു പേര് ഈ മത്സരത്തിൽ നിന്ന് പുറത്തു പോകും, കുറച്ചു പേര് വീണ്ടും വരുന്ന എപ്പിസോഡുകളിൽ പെർഫോം ചെയ്യും. അല്ല, നമ്മൾ വെറുതെ ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇനി ആരൊക്കെ ബെസ്റ്റ് ആക്ടറിൽ ഉണ്ടാകും ഉണ്ടാകില്ല എന്ന് തീരുമാനിക്കുന്നത് തുടക്കം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജഡ്ജായിട്ടുള്ള ഷീലാമ്മയാണ്. ചേച്ചി, ഷീല മാം, തീർച്ചയായിട്ടും ഈ ടെൻഷൻ പിടിച്ച സിറ്റുവേഷനിൽ മാമിന്റെ കയ്യിലാണ് ഇവരുടെ റിസൾട്ട് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. എന്തായാലും ഇത് ലോകാവസാനം ഒന്നല്ലല്ലോ, ഇതൊരു ചെറിയൊരു കാര്യമാണ്. നമ്മൾ വന്നു, എല്ലാവരും കൂടി കുറേ ദിവസം ഒരുമിച്ചായിരുന്നു. ഒരു സന്തോഷമായിട്ട് ഒരു പിക്നിക് ആയിട്ട് എല്ലാം വിചാരിച്ചാൽ മതി കേട്ടോ. എല്ലാവരോടുമായിട്ട് പറയാണ്, ആദ്യത്തെ ആള് ആരായിരിക്കും? ഔട്ടാവുന്ന ആളല്ല കേട്ടോ. ഇതിൽ ആദ്യമായിട്ട് തന്നെ ഒരു പ്രോബ്ലങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെല്ലാം വ്യസനിപ്പിച്ച അനീഷ്. അനീഷിന്റെ ഫസ്റ്റ് റൗണ്ടിലുള്ള മാർക്ക് 68, സെക്കൻഡ് 84, രണ്ടും കൂടി 152, 152. സോ എന്ത് തോന്നുന്നു? 50-50. 2020 എന്ന് പറഞ്ഞ പോലെ 50-50. അനീഷിന് ആദ്യമായിട്ട പേര് ഞങ്ങള് അൽഷമേഴ്സ് അനീഷ് എന്നായിരുന്നു, പെട്ടെന്ന് മറന്നുപോയതുകൊണ്ട്. പക്ഷെ ഇപ്പോ സൂപ്പർ സ്റ്റാർ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളെ സമ്മതിച്ചാൽ അറിയോ, അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റില്ലേ, ഭയങ്കരമായിട്ട് ഉയർത്തെഴുന്നേറ്റ് ഭയങ്കര ശങ്കോടത്തോടെ പെർഫോം ചെയ്തു. പിന്നീടെല്ലാം അസലായിരുന്നു, ഗംഭീരമായിരുന്നു. താങ്ക്സ്.